സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ഓണം എക്സാമിനുള്ള ക്വസ്റ്റൻസുകളാണ്. കുട്ടികളൊക്കെ ഇതിനോടൊപ്പം തന്നെ പഠിച്ചൊക്കെ തുടങ്ങി ഒരു വിധമൊക്കെ ആയിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ടൈം ഇത്തിരി നല്ലതാണ്. സെക്കൻഡ് ടൈം എന്ന് പറയുമ്പോൾ ക്രിസ്മസ് എക്സാം അത്ര ഈസി ആയിരിക്കത്തില്ല. ഈസി എന്നല്ല, അത്ര ഈസിയേ അല്ലത്. കാരണം പല കുട്ടികളും ഫെയിലാവുന്ന ഒരു എക്സാം കൂടിയാണ് ക്രിസ്മസ് എക്സാം. അതിനുള്ള കാരണം കുട്ടികളുടെ അല്ല, പഠിക്കാനുള്ള കുറേ ടോപ്പിക്സുകളും വളരെ ഫാസ്റ്റ് തീർക്കുകയും ഇത്തിരി ടഫായിട്ടുള്ള ടോപ്പിക്സാണ് മിക്കപ്പോഴും. അതുകൊണ്ട് തന്നെ ഇതങ്ങ് ജയിച്ചേക്കണം. ഇതേ ഉള്ളൂ നമുക്ക് ഇത്തിരി നല്ല രീതിയിൽ കൂടെ മാർക്ക് കിട്ടുന്ന ഒരു എക്സാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയമൊന്നും കളയാനില്ല. നോക്കി, 2 ചോദ്യങ്ങളാണ്, നല്ല അടിപൊളി ചോദ്യങ്ങളാണ്. പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. y ഈക്വൽ സൈൻ എക്സ്, ജി ഓഫ് എക്സിൽ y വേണ്ട, നമുക്ക് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ സൈൻ എക്സ്, ജി ഓഫ് എക്സിൽ റൂട്ട് എക്സ്. ഫൈൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് കോമ്പോസിഷൻ ജി ആൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി കോമ്പോസിഷൻ എഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ഉറപ്പിക്കാവുന്ന ന്യൂ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കിക്കോണം, ഇതെന്തായാലും എഫ് കോമ്പോസിഷൻ ജി ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവും കൂടി ചോദിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയാം അല്ലേ. മറ്റേ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? കോസ് എക്സ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്ര? 1/2 റൂട്ട് എക്സ്. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ടേംസ് ആണ്. നമുക്ക് ആദ്യം വേണ്ടി എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സിനെ ചെയ്യാം. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിലെ സ്റ്റെപ്പ് അതിൻ്റെ ഫോർമുല എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, ഇതെല്ലാവരും ഫോർമുലയൊക്കെ അറിയാലോ, എഫ് ഓഫ് ജി ഓഫ് എക്സ്. നെക്സ്റ്റ് ബ്രാക്കറ്റ് കിടക്കുന്ന ആരാമല്ലോ, ജി ഓഫ് എക്സ്. റൂട്ട് എക്സ് അല്ലയോ, അത് അവിടെ കൊടുക്കുമ്പോൾ എഫ് ഓഫ് റൂട്ട് എക്സ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പുമായി ഓക്കെ, ആ ജി ഓഫ് എക്സിന് പകരം ജി ഓഫ് എക്സിൻ്റെ വാല്യായി റൂട്ട് എക്സ് കൊടുത്തു. ഇപ്പോൾ എഫ് ഓഫ് റൂട്ട് എക്സ് എന്നായി. എഫ് ഓഫ് റൂട്ട് എക്സ് വേണമെങ്കിൽ എഫ് ഓഫ് എക്സിനെ എല്ലാവരും കാണുക. എല്ലാവരും കണ്ടു, ഞാനും കണ്ടു. സൈൻ എക്സ് എന്നാണ് അല്ലേ. ആ എക്സ് കിടക്കുന്നുണ്ട് മുന്നേ, ഈ എക്സിനെ അങ്ങോട്ട് മാറ്റിയ ശേഷം ഈ റൂട്ട് എക്സിനെ അവിടോട്ട് കൊടുക്കുക. അതാണ്, ആ എക്സിനെ അങ്ങ് മാറ്റണം. എന്നിട്ട് എക്സിനെ മാറ്റി ഉണ്ട്. അപ്പോൾ സൈൻ എന്നിട്ട് ആ എക്സിൻ്റെ സ്ഥാനത്തോട്ട് ഈ ബ്രാക്കറ്റ് കിടക്കുന്ന റൂട്ട് എക്സിനെ എഴുതും. അപ്പോൾ സൈൻ റൂട്ട് എക്സ്, ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് എഫ് കോമ്പോസിഷൻ ജി. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചേക്കാം. ദെർഫോർ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്. സൈൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആകുമ്പോൾ സൈനാണ്. ഡെറിവേറ്റീവ് എന്തിനാണ് മോനെ തുടങ്ങേണ്ടത്? കോസ്. അപ്പോൾ സൈൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് റൂട്ട് എക്സ്. പിന്നെ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്ര മോനെ? 1/2 റൂട്ട് എക്സ്. ഇത്രയാണ്. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് കോമ്പോസിഷൻ ജി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുക? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ജി കോമ്പോസിഷൻ എഫിനെ കണ്ടുപിടിക്കാം. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ്, എല്ലാവർക്കും ഫോർമുല എല്ലോ പഠിച്ചിരിക്കണം. എഫ് കോമ്പോസിഷൻ ജി വന്നപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ്, ജി കോമ്പോസിഷൻ വന്നപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ്. ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾ ഓണം എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത അവധി കഴിയുമ്പോഴത്തേക്കോ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ക്രിസ്മസ് എക്സാം തൊട്ട് പബ്ലിക് എക്സാം വരെ അടിപൊളിയായിട്ടുള്ള മാത്സിൻ്റെ ക്ലാസ് ഒന്ന് ഫുൾ മാർക്കിനുള്ള എളുപ്പത്തിൽ ഏതൊരു കുട്ടിക്കും വാങ്ങാൻ പറ്റുന്ന, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് പോലും ഫുൾ മാർക്ക് വളരെ ഈസി ആയിട്ട് എത്തുന്ന രീതിക്കുള്ള ക്ലാസ്, നോട്ട്സ്, ഇക്വേഷൻ ബുക്കിലെറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം കിട്ടും. ഓക്കെ, അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ താഴെ തന്നിട്ടുള്ള 2 നമ്പറിൽ ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ആരാമോനെ? സൈൻ എക്സ്. അപ്പോൾ ജി ഓഫ് ആരാമോനെ? സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ ജി എഴുതുക. എഫ് ഓഫ് എക്സിന് വരെ എഫ് ഓഫ് എക്സിന് സൈൻ എക്സ് കൊടുത്തു. ഇപ്പോൾ എന്താണ്? ജിയോ സൈൻ എക്സ്. ജിയോ സൈൻ എക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി ഓഫ് എക്സിനെ കാണുക. ഞാൻ കണ്ടു റൂട്ട് എക്സ് എന്നല്ലേ അവനെ. ആ എക്സിനെ കണ്ടോ? റൂട്ട് എക്സിനുള്ളിലെ എക്സിനെ കണ്ടോ? ആ എക്സിനെ അങ്ങോട്ട് മാറ്റണം. നീ അങ്ങോട്ട് പോരാ, എന്നിട്ട് ഇവനെ അങ്ങോട്ട് എഴുതുക. അപ്പോൾ റൂട്ടിനുള്ളിലുള്ള ഈ എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സിനെ എഴുതുക. ഇതാണ് ജി ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ് അതിൻ്റെ ഡെറിവേറ്റീവ്? ഡി ബൈ ഡി എക്സ് ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മോനെ? റൂട്ട് ഓഫ് സൈൻ എക്സ്. റൂട്ട് ഓഫ് സൈൻ എക്സ്, അവിടെ 2 പേരെ കാണുന്നുണ്ട്, റൂട്ട് സൈൻ അല്ലേ. അത് റൂട്ടിനെ കാണണം. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്? 1/2 റൂട്ട് എക്സ്. ഇപ്പോൾ റൂട്ട് സൈൻ എക്സിൻ്റേത് 1/2 റൂട്ട് സൈൻ എക്സ്, പിന്നെ സൈൻ എക്സിൻ്റെ കോസ് എക്സും. ഓക്കെ, അപ്പോൾ 1/2 റൂട്ട് ഓഫ് സൈൻ എക്സ്, പിന്നെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്ര മോനെ? കോസ് എക്സ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അടിപൊളിയായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസുകൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഈ സൈൻ എക്സ് മാറി കോസ് എക്സ് ആകാം, റൂട്ട് എക്സ് മാറി ലോഗ് എക്സ് ആകാം, ഇ റൈസ് ടു എക്സ് ആകും, ആരെങ്കിലും ആയിക്കോട്ടെ, മെത്തേഡ് സെയിം. ഓക്കെ, മറ്റൊരു അടിപൊളി ക്വസ്റ്റനാണ്. y = 500 e റൈസ് ടു 7x പ്ലസ് 600 e റൈസ് ടു -7x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ d²y/dx² = 49y. അപ്പോൾ ഇതൊരു പ്രത്യേക തരത്തിലുള്ളൊരു ക്വസ്റ്റനാണ് കേട്ടോ. ഓക്കെ, വലിയ നമ്പറൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ കൂടെ വേണം മുന്നോട്ട് പോകാൻ.
അപ്പോൾ ഇതിങ്ങനെ നോക്കുകയാണേ. അപ്പോൾ y ഉണ്ടല്ലോ, ആദ്യം dy/dx കണ്ടുപിടിക്കണേ. dy/dx കണ്ടുപിടിക്കുമ്പോൾ 500e⁻7x ഡെറിവേറ്റീവ് നമുക്ക് വേണ്ടത്. 500e⁻7x ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം e⁻x ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയാം, e⁻x. e⁻7x ഡെറിവേറ്റീവ്, e⁻7x ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ e⁻7x × 7 എന്ന് വരും കേട്ടോ. അപ്പോൾ 500e⁻7x വരുമ്പോൾ 500 × e⁻7x × 7 പ്ലസ്. ഓക്കെ, അടുത്തത് 600e⁻7x. 600e⁻7x ഡെറിവേറ്റീവ് വരുമ്പോൾ 600 എഴുതി. ഓക്കെ ആണല്ലോ. e⁻7xൻ്റേത് e⁻7x × -7. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ ഒന്ന് വേണമെങ്കിൽ വൃത്തിയാക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കിടന്നിട്ട് ഒന്നും ചെയ്യണ്ട. നിങ്ങളപ്പോൾ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യും, ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇത്തിരി ഹയർ ലെവലിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ കൂടെ വേണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ ഒരു 500 600 തന്നേക്കുന്നത്, അല്ലെങ്കിൽ 2 3 ഒക്കെ തന്നാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കിയാണ് നെക്സ്റ്റ് d²y/dx² ചെയ്യാൻ പോവാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത്രയാളെയാണ് ചെയ്യേണ്ടത് ആണല്ലോ. 1 2 3 പേരുണ്ട്. അതിനകത്ത് ഇയാൾ മാത്രമേ ഉള്ളൂ ഫംഗ്ഷൻ. ഇയാളും എന്താ മോനെ കോൺസ്റ്റൻസാ. അപ്പം ഒരു ടേമിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷനും കോൺസ്റ്റൻ്റൂടെ കിടന്നാൽ കോൺസ്റ്റൻറ്റിനെ ആദ്യം ഇങ്ങ് മാറ്റി എഴുതും. ഇങ്ങ് മാറ്റി ഇവിടെ നിങ്ങൾ ഇട, എന്നിട്ട് ഡെറിവേറ്റീവ് എടുക്കേണ്ട ആരുടെ മാത്രം, ഫംഗ്ഷൻ്റെ മാത്രം. ഓക്കെ, അപ്പോൾ 500 × 7 ഇങ്ങ് മാറ്റി, ഈ 500 7 ഇങ്ങ് മാറ്റി. നമുക്ക് ഇയാളുടെ ഡെറിവേറ്റീവാണ് എടുക്കേണ്ടത്. e⁻7x ഡെറിവേറ്റീവ് വരുമ്പോൾ e⁻7x × 7 പ്ലസ്. ഇപ്പം ഈ 2 തവണ 7 വന്ന് മനസ്സിലായോ? ഓൾറെഡി നമ്മൾ ആദ്യം കോൺസ്റ്റൻസ് ചെയ്ത് 2 ഉണ്ടായിരുന്നു, നോക്കി എഴുതി. e⁻7xൻ്റേത് e⁻7x × 7. നെക്സ്റ്റ് ഇയാളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ഈ 600ഉം -7 ഇങ്ങ് നോക്കി എഴുതി. 600 × -7 എന്നിട്ട് e⁻7x ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ e⁻7x × -7. ഓക്കെ, ഇത്രയാണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ വരുമ്പോൾ നോക്കിക്കേ, ഇവിടെ 500 ഉണ്ട്, 7 ഉണ്ട്, 7 ഉണ്ട് ഇല്ലയോ? അപ്പോൾ 500 × 49 × e⁻7x ശരിയില്ലേ? 7 × 7 49. ഇവിടെയും നോക്കിക്കേ 600 എഴുതി, എന്നിട്ട് -7 × -7 അതും പ്ലസ് 49 e⁻7x. ക്ലിയർ ആണല്ലോ. ഈ -7ഉം ഈ -7നോട് ചേരുമ്പോൾ പ്ലസ് 49 ആവും, 2 -7 ഇൻറ്റു ചെയ്യുമ്പോൾ. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് 2 പേരെടുത്ത് നോക്കിക്കേ, കോമൺ ആയിട്ട് ഒരാളെ കാണുന്നുണ്ട്. ആരാ മോനെ? 49. ഓക്കെ ആണല്ലോ മോനെ, 49 കോമൺ ആയിട്ട് കാണുന്നുണ്ട്. 49 ഇങ്ങോട്ട് എന്തെടുക്കുക, കോമൺ എടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ ആര് വരും? ഇവിടുന്ന് 500 e⁻7x. ക്ലിയർ ആണല്ലോ. പ്ലസ് ഇവിടെ വരുമ്പോൾ 600 e⁻7x. നോക്കിക്കേ, ഈ 49 ഇങ്ങനെ കോമൺ വന്നു. ഇപ്പോൾ നോക്കിക്കേ മോനെ, ഈ ബ്രാക്കറ്റ് കിടക്കുന്ന എന്തെങ്കിലും പരിചയം ഉണ്ടോ എന്ന് നോക്കിക്കേ, എളുപ്പം നോക്കിക്കേ. 500 e⁻7x പ്ലസ് 600 e⁻7x എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനാണ്. ഉണ്ടോ? എല്ലാവരും കാണുന്നുണ്ടല്ലോ. y = 500 e⁻7x പ്ലസ് 600 e⁻7x എന്ന് പറയുമ്പോൾ ഈ 49 കഴിഞ്ഞ് കിടക്കുന്നതിന് y എന്ന് കൊടുക്കുമ്പോൾ ഫൈനൽ ആൻസർ ഈസ് 49y. ക്ലിയർ ആണല്ലോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, ഒരു പരുക്കും ഇല്ലാതെ ആൻസർ കിട്ടി. ഇങ്ങനെ വേണം ഇതിനെ. അല്ല നമ്മൾ ഒരാൾ ഇത് വേറെ രീതിയിൽ കൂടെ പഠിപ്പിച്ചാൽ അതാണ് ഇതിൻ്റെ കറക്റ്റ്. അങ്ങനെയല്ല. നമ്മളൊരു ഹയർ സ്റ്റഡീസിലൊക്കെ എത്തുമ്പോൾ മാത്സിൻ്റെ ഒരു പ്രത്യേക വഴിയുണ്ട്. ആ രീതിയിൽ കൂടെ ചിന്തിച്ച് തുടങ്ങിയേ പറ്റൂ. ഓക്കെ, എന്തെങ്കിലും അതൊരു മാത്സ് ആവുള്ളൂ. അപ്പോൾ ക്ലിയറായിട്ട് 2 ചോദ്യങ്ങളുണ്ടായിരുന്നു. അടിപൊളി ക്വസ്റ്റൻ ആയിരുന്നു. എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ എല്ലാവരോടും ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഗുഡ് ബൈ.